ഷാർജയിൽ ആത്മഹത്യ ചെയ്ത അതുല്യയുടെ അച്ഛന്റെ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും മുമ്പിലുള്ള അഭിമാനത്തെ ഓർത്ത് സ്വന്തം മോളെ കൊലക്കൊടുത്ത് ഇയാളെ കണ്ടപ്പോ ഞാൻ എന്റെ പാരന്റ്സിനെ ഒന്ന് ഓർത്തു പോയിട്ടോ. ഫാമിലിയിലെ കുറെ പേരുടെ എതിർപ്പ് വക വക്കാതെയായിരുന്നു പഠിക്കാൻ കുഴപ്പമില്ലാത്ത എന്നെ എന്റെ ഉപ്പ കെട്ടിച്ചിടുന്നത്. എന്റെ ഡിവോഴ്സ് കൊണ്ട് ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തലുകളും കുത്തിപ്പറച്ചിലുകളും കേൾക്കേണ്ടി വന്നത് എന്റെ ഉപ്പയാണ് കേട്ടോ. ജീവിതത്തിൽ ഇതുവരെ ഒരു പലിശ ഇടപാട് പോലും ചെയ്യാത്ത എന്റെ ഉപ്പ എന്റെ UK സ്വപ്നത്തിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ലോൺ എടുക്കുന്നത്. ഉപ്പാടെ പഴയ പെട്ടിന്ന് വീടിന്റെ ആധാരം എടുത്ത് ബിസ്മി ചൊല്ലി എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് എന്റെ ഉപ്പ എന്നോട് പറഞ്ഞു, ഇപ്പാടെ കുട്ടി എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോന്ന്. ആ രംഗാലേക്കുമ്പോ ഇപ്പോഴും വിഷമം ചങ്കി കയറിയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റാതാവലുണ്ട്. കുഞ്ഞായതോട് കൂടിയിട്ട് പാതി വഴിയിൽ നിന്ന് പോയ എന്റെ പഠനം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് പിന്നിലും മുന്നിലും നിന്ന് സപ്പോർട്ട് ചെയ്ത എന്റെ ഉമ്മാനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റൂല കേട്ടോ. അന്ന് ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് എനിക്ക് എന്റെ ഉമ്മ അയച്ചെന്നൊരു ഫോട്ടോ ആയിരുന്നു ഇട്ടത്. അങ്ങനെ ഡിഗ്രി ഫിനിഷ് ചെയ്ത് മാസ്റ്റേഴ്സ് എടുക്കാൻ ഞാൻ UK വരുമ്പോ എയർപോർട്ടിൽ പോവാൻ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ പോകുന്നത് കുട്ടി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടിനെ എടുത്ത് കരഞ്ഞോണ്ട് അടുക്കള വശത്തോട്ട് ഓടിപ്പോയ ഉമ്മാനെ ഇപ്പോഴും എനിക്ക് ഓർമ്മ ഉണ്ട് കേട്ടോ. സാക്രിഫൈസ് ചെയ്യാതെ ലൈഫിൽ ആരും ഒന്നും നേടിയിട്ടില്ല. വിധിയെ പഴിച്ചിരുന്നിട്ടോ മാറാത്ത ആളുകളെ മാറ്റാൻ ശ്രമിച്ചിട്ടോ യാതൊരു കാര്യമില്ല. വീട്ടുകാര് സപ്പോർട്ടില്ല എന്ന് പറഞ്ഞ് ലാസ്റ്റ് വീഡിയോ കണ്ടി എനിക്ക് വന്ന മെസ്സേജസ് ആണ് കേട്ടോ ഇതൊക്കെ. ഒന്നും നഷ്ടപ്പെടാതെ ആരും ഒന്നും നേടിയിട്ടില്ല. എനിക്കിവിടെ നഷ്ടമായത് ആർക്കും തിരിച്ചു തരാൻ പറ്റാത്ത എന്റെ 3 കൊല്ലത്തെ മദർഹുഡാണ്. അതുകൊണ്ട് ലൈഫ് മൊത്തം കരഞ്ഞു തീർക്കണോ അതോ നിങ്ങളെ കരയിപ്പിച്ചവരുടെ മുന്നിൽ വിജയിച്ച് കാണിക്കണോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്.